വെൽക്കം എവ്രി വൺ ടു ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ടു ഡേ ഇംഗ്ലീഷ് കോൺവെർസേഷന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് സെന്റൻസസ് ആണ്. എസ്പെഷ്യലി റിലേറ്റഡ് ടു ആസ്കിംഗ് ഡയറക്ഷൻ. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വഴി ചോദിക്കില്ലേ, അല്ലെങ്കിൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിലേ ഇല്ലാതെ ആദ്യത്തെ സെന്റൻസിലേക്ക് കിടക്കാം. ഇതിപ്പം കൊടുത്തിരിക്കുന്നത് ഹൗ ഡു ഐ ഗെറ്റ് ടു, ഹൗ ഡു ഐ ഗെറ്റ് ടു എന്നിട്ട് എലിപ്സസ് ഇട്ടിരിക്കുകയാണ്. അതായത് ഹൗ ഡു ഐ ഗെറ്റ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അവിടെ എത്തും എന്നുള്ളതാണ്. ഇപ്പൊ ഗെറ്റ് ടു ദാറ്റ് പ്ലേസ് എന്നാവാം, ഗെറ്റ് ടു എ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ആവാം. ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റാൻഡ്, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ എയർപോർട്ട്, വാട്ട് എവർ, ഏത് വേണേ ആയിക്കൊള്ളട്ടെ, എങ്ങനെ അവിടെ എത്തും, ഞാൻ എങ്ങനെ അവിടെ എത്തും, അതാണ് ഹൗ ഡു ഐ ഗെറ്റ് ടു. ഇവിടെ രണ്ട് സെന്റൻസസ് ഒരുമിച്ച് തന്നിരിക്കുന്നു. വെയർ ഇസ് ദ ബസ് സ്റ്റാൻഡ് ഓർ വെയർ ഇസ് ദ ബസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബസ് സ്റ്റാൻഡ് എവിടെയാണ്. ഹൗ ഡു ഐ ഗെറ്റ് ദെയർ, അവിടെ ഞാൻ എങ്ങനെ എത്തും, ഞാൻ എങ്ങനെ അവിടെ എത്തും. അപ്പൊ ഹൗ ഡു ഐ ഗെറ്റ് ടു യൂസ് ചെയ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇനി അതിന് വേറെ എക്സാമ്പിൾ തന്നിരിക്കുകയാണ്, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കും എത്ര നേരം എടുക്കുമായിരിക്കും, ഇവിടെ നിന്ന് എത്ര നേരം എടുക്കും, എത്ര നേരം, ഹൗ ലോങ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദെയർ, എത്ര നേരം എടുക്കും ടു റീച്ച് ദെയർ, അവിടെ എത്താൻ, അവിടെ എത്താൻ എത്ര നേരം എടുക്കും. അപ്പൊ എത്ര നേരം ചോദിക്കാൻ ഹൗ ലോങ്. നെക്സ്റ്റ്, എത്ര ദൂരമുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എത്ര ദൂരമുണ്ട്, അങ്ങോട്ട് എത്ര ദൂരമുണ്ട്, ഹൗ ഫാർ, ഹൗ ഫാർ എത്ര ദൂരം, ഹൗ ഫാർ ഇസ് ദിസ് പ്ലേസ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്, ഈ സ്ഥലം ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരാള് റിപ്ലൈ തരുവാണ്, ഏകദേശം ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി, ഏകദേശം, അപ്രോക്സിമേറ്റ്ലി, അല്ലെങ്കിൽ ഇത്ര സമയം എടുക്കും, ഏകദേശം 1 മണിക്കൂർ എടുക്കും, അപ്രോക്സിമേറ്റ്ലി 1 hour. അപ്പൊ അതനുസരിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അപ്രോക്സിമേറ്റ്ലി വെച്ചിട്ട് ഏകദേശം. അടുത്തത്, ഇപ്പൊ നമ്മൾ ചോദിക്കും, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു നമ്മുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ളത് പറഞ്ഞു കൊടുക്കുമ്പം നമ്മളോട് അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതാണ് ഒരു ലാൻഡ് മാർക്ക് പറയാനുള്ളത്, ഒരു നിയറസ്റ്റ് ലാൻഡ് മാർക്ക് എന്താണ്, വാട്ട് ഈസ് ദ നിയറസ്റ്റ് ലാൻഡ് മാർക്ക്, കൻ യു ടെൽ മീ ടെൽ മീ അബൌട്ട് ദ നിയറസ്റ്റ് ലാൻഡ് മാർക്ക്, ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു പോയിന്റ് പറയൂ എന്നുള്ളതാണ്. ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാല് ലൈക്ക് എ മാർക്കർ, ആ പേരിലുള്ള പോലെ തന്നെ ഒരു മാർക്കർ ആണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്ററിന്റെ സ്പെല്ലിംഗ് തെറ്റി വന്നത് INDICATOR ആണ്, AC എന്നായി പോയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ എന്നാണ്, സോറി ഫോർ ദ മിസ്റ്റേക്ക്. അപ്പം നമ്മള് ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാല് എടുത്ത് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്തറിയാൻ പറ്റാവുന്ന ഒരു പോയിന്റ്, അതിനടുത്ത്, ഇന്ന കാര്യത്തിനടുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും, അതാണ് ലാൻഡ് മാർക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദ നിയറസ്റ്റ് ലാൻഡ് മാർക്ക്, അടുത്തുള്ള ലാൻഡ് മാർക്ക് എന്താണ്, എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പോയിന്റ്. ഇനി നമ്മൾ ചോദിക്കാറുള്ള, ഇപ്പം മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിന്റെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ അവരോട് നമ്മൾ ലൊക്കേഷൻ ചോദിച്ചിട്ട് ലൊക്കേഷൻ അവർ ഷെയർ ചെയ്യും. നമ്മൾ ലൊക്കേഷൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, കെൻ യു ഷെയർ ദ ലൊക്കേഷൻ, ഇച്ചിരി പൊളൈറ്റ് ആക്കണമെങ്കിൽ കുഡ് യു പ്ലീസ് ഷെയർ ദ ലൊക്കേഷൻ. അല്ലാതെ നമുക്ക് വളരെ കാഷ്വൽ ആയിട്ട് കൻ യു ഷെയർ ദ ലൊക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷെയർ ദ ലൊക്കേഷൻ എന്ന് പറയാം, ലൊക്കേഷൻ ഷെയർ ചെയ്യാമോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, സെന്റൻസ് ശ്രദ്ധിച്ചു കേൾക്കുക. ജസ്റ്റ് ഡ്രോപ്പ് ദ ലൊക്കേഷൻ ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്, വി വിൽ ഫൈൻഡ് അവർ വേ. ജസ്റ്റ് ഡ്രോപ്പ് ദ ലൊക്കേഷൻ ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്. ഡ്രോപ്പ് ദ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ലൊക്കേഷൻ ഒന്ന് ഗ്രൂപ്പ് ചാറ്റിൽ ഇട്ടേക്കൂ, ഡ്രോപ്പ് ദ ലൊക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഗ്രൂപ്പ് ചാറ്റില്, വാട്സപ്പില് ഗ്രൂപ്പ് ചാറ്റില് ഈ ലൊക്കേഷൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കൂ, ഇട്ടേക്കൂ. വി വിൽ ഫൈൻഡ് അവർ വേ, ഞങ്ങൾ തന്നെ കണ്ടെത്തി വന്നോളാം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തതും, ക്ലിക്ക് ഓൺ ദി ജിമാപ്പ് ലിങ്ക് ഐ സെൻഡ്. ജിമാപ്പ് ഞാൻ എഴുതിയേക്കണ ഗൂഗിൾ മാപ്പിന്റെ ആണ്. ഞാൻ ഗൂഗിൾ മാപ്പ് ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് വിൽ ഷോ യു ദ വേ, അത് വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ ഒന്നുകൂടെ റീഡ് ചെയ്യാം. ജസ്റ്റ് ഡ്രോപ്പ് ദ ലൊക്കേഷൻ ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം ജസ്റ്റ് ഡ്രോപ്പ് ദ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലൊക്കേഷൻ അയച്ചേക്കൂ എന്നുള്ള മീനിങ് ആണ്. വി വിൽ ഫൈൻഡ് അവർ വേ, ഞങ്ങൾ എത്തിക്കൊള്ളാം, ഞങ്ങൾ വഴി കണ്ടെത്തി എത്തിക്കൊള്ളാം.
അടുത്തത് പറഞ്ഞത് ക്ലിക്ക് ഓൺ ദ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഐ സെൻഡ്. ഞാൻ അയച്ചിരിക്കുന്ന ഗൂഗിൾ മാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇറ്റ് വിൽ ഷോ യു ദ വേ. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെയും വരികയാണ്, എയർപോർട്ടിലേക്കുള്ള എളുപ്പ വഴി ഏതാണ്? എയർപോർട്ടിലേക്കുള്ള വഴി ഏതാണ്? വിച്ച് ഇസ് ദ വേ ടു ദ എയർപോർട്ട്. എളുപ്പ വഴി ഏതാണ്? ഈസിയസ്റ്റ് വേ. വിച്ച് ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ദ എയർപോർട്ട്. വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ദ എയർപോർട്ട്. എയർപോർട്ടിലേക്കുള്ള എളുപ്പ വഴി ഏതാണ്? ഇനി വേറൊരു ചോദ്യം. നമ്മളൊരു എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ വഴി കാണുന്ന ഒരാളോട് ചോദിക്കുക. നമുക്ക് റൂട്ട് എടുത്ത് നമ്മൾ പോവാണ്, ബട്ട് നമുക്ക് ഡൗട്ട്ഫുൾ ആണ് ഇത് തന്നെയാണ്. അപ്പൊ നമ്മളവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും പെർട്ടിക്കുലർ എക്സാം സെന്ററിൽ ഇരിക്കട്ടെ, ഈസ് ദിസ് ദ കറക്റ്റ് വേ ടു ദ എക്സാം സെന്റർ? എക്സാം സെന്ററിലേക്കുള്ള വഴി, ശരിയായ വഴി ഇത് തന്നെയാണോ? അതായത് ഉദ്ദേശിക്കുന്ന ഈ വഴി തന്നെയാണോ പോകേണ്ടത്? എക്സാം സെന്ററിലേക്ക്, പർട്ടിക്കുലർ എക്സാം സെന്റർ ഏതാണോ പേര് അവിടെയുണ്ട്, അവിടേക്ക് പോകേണ്ട ശരിയായ വഴി ഇത് തന്നെയാണോ എന്നാണ്. ഈസ് ദിസ് ദ കറക്റ്റ് വേ ടു ദ എക്സാം സെന്റർ? ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? നമ്മൾ മുമ്പേ പറഞ്ഞു ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ? ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഇനി നമ്മൾ ചോദിക്കുക, അത് ഒത്തിരി ദൂരെയാണോ? ഇത് ഇവിടെ നിന്ന് ഒത്തിരി ദൂരെയാണോ? ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? ഇനി നമുക്ക് വഴി കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരാളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്യൂസ് മീ, അവരെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുക. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തിട്ടല്ലേ ചോദിക്കുന്നത്, തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ എക്സ്ക്യൂസ് മീ പറയുന്നു. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് അഡ്രസ്? ഈ അഡ്രസ് ഒന്ന് കണ്ടെത്താൻ സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി ക്യാൻ യു ഗിവ് മീ ദ ഡയറക്ഷൻ ടു ദ നിയറസ്റ്റ് CDM? നിയറസ്റ്റ് CDM ആവാം, നിയറസ്റ്റ് ATM ആവാം. ഇപ്പം CDM കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ, പൈസ നമ്മൾ ഇടുന്നത് അല്ലെ. ക്യാൻ യു ഗിവ് മീ ദ ഡയറക്ഷൻ ടു ദ നിയറസ്റ്റ് CDM? അടുത്തുള്ള CDM ഏതാണ്? തൊട്ടടുത്തുള്ള CDM, അവിടേക്കുള്ള വഴി കാണിച്ചു തരാമോ, പറഞ്ഞു തരാമോ? അടുത്തുള്ള CDM-ലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഓക്കെ, അപ്പൊ പറഞ്ഞത് നമുക്ക് ക്ലിയർ ആയില്ല എന്നിരിക്കട്ടെ. ഒരാൾ നമുക്ക് വഴി പറഞ്ഞു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സിനെ ക്ലിയർ ചെയ്ത് തരുവാണ്, ഡയറക്ഷൻ പറഞ്ഞു തരുവാണ്, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒന്നുകൂടെ പറയാമോ? അല്ലാതൊരു വേർഡ് ഉണ്ട്, കം അഗെയിൻ എന്ന് നമ്മൾ പറയും. ഒന്നുകൂടെ പറയൂ എന്നുള്ളതാണ് കം അഗെയിൻ. കം അഗെയിൻ നമുക്ക് പറയാം, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒന്നുകൂടെ പറയാമോ? ഇത് വേർ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി? എവിടെ എനിക്കൊരു ടാക്സി കിട്ടും? ടാക്സി സ്റ്റാൻഡ് എവിടെയാണ് എന്ന് ചോദിക്കുന്നത് വേറൊരു. വേർ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി? എവിടെ നിന്ന് എനിക്കൊരു ടാക്സി കിട്ടും? ഇനി നമ്മള് ചിലപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ്ക്യൂസ് മീ, ഐ തിങ്ക് ഐ ആം ലോസ്റ്റ്. ഈ ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും തോട്ട്സിൽ എങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് എന്ന് പറയും. ഐ എം ലോസ്റ്റ് എന്ന് നമ്മൾ പറയും, ഐ എം ലോസ്റ്റ്. അല്ലാതെ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് വഴി തെറ്റി എന്നുള്ളതാണ്. എനിക്ക് വഴി തെറ്റി, ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വഴി തെറ്റി എന്ന് തോന്നുന്നു. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ ഹെൽപ്പ് ചെയ്യാമോ? അതല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഐ ഡോണ്ട് നോ വേർ ഐ ആം സ്റ്റാൻഡിങ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വേർ ഐ ആം. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ വേർ ഐ ആം സ്റ്റാൻഡിങ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ എക്സ്ക്യൂസ് മീ, ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വഴി തെറ്റി എന്ന് തോന്നുന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഇനി ചോദിക്കുകയാണ്, ഈ റോഡ് രാത്രി സഞ്ചാരത്തിന് സുരക്ഷിതമാണോ? ഇവിടെ നടക്കുന്നത്, രാത്രിയിൽ ഇവിടെ നടക്കുന്നത് സുരക്ഷിതമാണോ? ഇസ് ദിസ് റോഡ് സേഫ് ടു വാക്ക് അറ്റ് നൈറ്റ്? ഇസ് ദിസ് റോഡ്, ഈ റോഡ് സേഫ് ടു വാക്ക് അറ്റ് നൈറ്റ്? രാത്രിയിൽ ഇവിടെ നടക്കാൻ സേഫ് ആണോ, സുരക്ഷിതമാണോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ദെയർ എ ഹോട്ടൽ നിയർ ബൈ? അടുത്തെങ്ങാനും ഒരു ഹോട്ടൽ ഉണ്ടോ? ഇസ് ദെയർ എ റെസ്റ്റോറന്റ് നിയർ ബൈ? അടുത്തെങ്ങാനും ഒരു റെസ്റ്റോറന്റ് ഉണ്ടോ? ഇസ് ദെയർ എ ഹോസ്പിറ്റൽ നിയർ ബൈ? അടുത്തെങ്ങാനും ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ? ഇതെല്ലാം നമുക്ക് ചോദിക്കാം. ഇസ് ദെയർ എ ഹോട്ടൽ നിയർ ബൈ? നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്ത്, അടുത്തെങ്ങാനും, അടുത്ത്. ഇനി അടുത്തത്, ഞാൻ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ? എങ്ങനെ ചോദിക്കും? ഡു ഐ നീഡ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണോ? ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്നല്ല, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണോ, തിരിയേണ്ടതുണ്ടോ? ഡു ഐ നീഡ് ടു ടേക്ക് എ ലെഫ്റ്റ് ഓർ റൈറ്റ് ഫ്രം ഹിയർ? ഇവിടെ നിന്ന് ഞാൻ ഇടത്തേക്കോ വലത്തേക്കോ തിരിയേണ്ടതുണ്ടോ? ഓക്കെ, ഇനി വരാൻ പോകുന്നത്
നമ്മൾ എങ്ങനെ ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കും? അപ്പൊ ഒത്തിരി വേർഡ്സ് ഉണ്ട് അല്ലെ? അവിടുന്ന് മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അമ്പലം കാണും. അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു ഇന്നത് കാണും. പിന്നെ ഒരു 4 കൂടുന്ന ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുക. ഇങ്ങനെ 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 പോകും ഡയറക്ഷൻ അല്ലെ? അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഗോ പാസ്റ്റ് ദ ടെമ്പിൾ ആൻഡ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രോസറി സ്റ്റോർ. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഗോ പാസ്റ്റ് ദ ടെമ്പിൾ ആൻഡ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രോസറി സ്റ്റോർ. ഗോ പാസ്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഗോ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ്, ഗോ പാസ്റ്റ് അത് കഴിഞ്ഞ്. ഇവിടെ പറയുമ്പോൾ എന്താണ്? ടെമ്പിൾ കഴിഞ്ഞ്, അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഒരു ഗ്രോസറി സ്റ്റോർ കാണും. അതിന്റെ മുന്നിൽ നിർത്തുക. സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രോസറി സ്റ്റോർ, അതിന്റെ മുൻപിൽ നിർത്തുക. അപ്പൊ ഗോ പാസ്റ്റ് എന്തെങ്കിലും കഴിഞ്ഞ്, ഗോ പാസ്റ്റ് ദ ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഗ്രോസറി സ്റ്റോർ കഴിഞ്ഞ്, ഗോ പാസ്റ്റ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ കഴിഞ്ഞ്, ഗോ പാസ്റ്റ് ദ ചേർച്ച് എന്ന് പറഞ്ഞാൽ പള്ളി കഴിഞ്ഞ്, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പൊ ഗോ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ്. ഇനി നമ്മൾ പറയും അവോയ്ഡ് ദ മെയിൻ റോഡ്, ഇറ്റ് ഈസ് ഓൾവേസ് ക്രൗഡഡ്, ടേക്ക് ദ സൈഡ് റോഡ് ഇൻസ്റ്റഡ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേർഡ് സൈഡ് റോഡ്. അതായത് അവോയ്ഡ് ദ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ പ്രധാന റോഡ് ഒഴിവാക്കൂ, അവിടെ എപ്പോഴും തിരക്കാണ്, ഇറ്റ്സ് ഓൾവേസ് ക്രൗഡഡ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഹെവി ട്രാഫിക് ദർ ഇസ് ഓൾവേസ് ഹെവി ട്രാഫിക്, ഹെവി ലൈൻ ഓഫ് ട്രാഫിക് എന്ന് പറയും. അപ്പം ഭയങ്കര തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് ആ മെയിൻ റോഡ്, പ്രധാന റോഡ് ഒഴിവാക്കിയിട്ട് ടേക്ക് ദ സൈഡ് റോഡ് ഇൻസ്റ്റഡ്, അതിന് പകരം, ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന് പകരം എന്നാണ്, ഇടവഴി എടുക്കൂ അല്ലെങ്കിൽ ചെറിയ വഴി എടുക്കൂ. ഇടവഴി അല്ലെങ്കിൽ ചെറിയ വഴി. ടേക്ക് സൈഡ് റോഡ്, സൈഡ് റോഡ്. അപ്പൊ മുമ്പേ നമ്മൾ ഗോ പാസ്റ്റ് പറഞ്ഞു, ഇപ്പൊ സൈഡ് റോഡ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ടേക്ക് ദിസ് റൂട്ട്, ഈ വഴി എടുക്കൂ. ടേക്ക് ദിസ് റൂട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോളോ ദിസ് പാത്ത്, ഈ വഴി പോകൂ. ഈ പാത ഫോളോ ചെയ്യുന്ന പറയാം ഈ വഴി പോകൂ. ഓൾസോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്നത് ഗോ ദിസ് വേ, ഇതുവഴി പോകൂ. ഗോ ദിസ് വേ, ഇതുവഴി പോകൂ. ഗോ ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ദിശയിൽ പോകൂ. മൂവ് ഫോർവേഡ്, മുന്നോട്ട് നടക്കുക, മുന്നോട്ട് പോവുക. ഗോ എലോങ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിലൂടെ, തെരുവിലൂടെ നടക്കുക. ഒന്നുകൂടെ, ടേക്ക് ദിസ് റൂട്ട്, ഈ റൂട്ട് എടുക്കൂ. ഫോളോ ദിസ് പാത്ത്, ഈ പാത പിന്തുടരൂ, ഈ പാതയിലൂടെ പോകൂ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗോ ദിസ് വേ, സിംപ്ലസ്റ്റ് ഫോം, ഗോ ദിസ് വേ, ഇതുവഴി പോകൂ. ഗോ ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ദിശയിൽ പോകൂ. മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോകൂ. ഗോ അലോങ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൽ കൂടി, തെരുവിൽ കൂടി നടക്കൂ. അടുത്തത് ഗോ സ്ട്രേറ്റ് ആൻഡ് ദെൻ ടേക്ക് എ ലെഫ്റ്റ്, നേരെ പോയിട്ട് ടേക്ക് എ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. നേരെ പോയതിനു ശേഷം, ആൻഡ് ദെൻ എന്നാ പറഞ്ഞേക്കുന്നത്, നേരെ പോയതിനു ശേഷം ഇടത്തോട്ട് തിരിയുക, ഇടത്തെ സൈഡിലേക്ക് മാറുക. ടേൺ റൈറ്റ് അറ്റ് ദ സിഗ്നൽ, സിഗ്നലിൽ എത്തിയതിനു ശേഷം, സിഗ്നൽ ഉദ്ദേശിക്കുന്ന ട്രാഫിക് സിഗ്നൽ, സിഗ്നലിൽ എത്തിയതിനു ശേഷം റൈറ്റിലേക്ക് തിരിയുക. ടേൺ റൈറ്റ്, റൈറ്റിലേക്ക് തിരിയുക. ലെഫ്റ്റിലേക്കാണെങ്കിൽ ടേൺ ലെഫ്റ്റ്, നേരെ പോവുകയാണെങ്കിൽ ഗോ സ്ട്രേറ്റ്. അതാണ്. അടുത്തത് ടേക്ക് ദ സൈഡ് റോഡ്, നമ്മൾ ഓൾറെഡി സൈഡ് റോഡ് കണ്ടതാണ്. എന്താണ്? ഇടവഴി അല്ലെങ്കിൽ ചെറിയ വഴി, ചെറിയ വഴി എടുക്കുക, ഇടവഴി എടുക്കുക. നെക്സ്റ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്, ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. നിങ്ങളിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ആ ഒരു അഡ്രസ്, അത് സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, നെക്സ്റ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഓപ്പോസിറ്റ് ടു, അതിന് എതിർവശത്താണ്. ഓപ്പോസിറ്റ് ടു സംതിങ്, അതിന് എതിർവശത്താണ്. ഇറ്റ്സ് എ ഡെഡ് എൻഡ്, ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ വഴി അവിടെ തീർന്നു, വഴി അവിടെ അവസാനിച്ചു, അങ്ങോട്ട് പിന്നെ ഒന്നും പോവാനില്ല എന്നാണ് ഇറ്റ്സ് എ ഡെഡ് എൻഡ് എന്ന് പറയുന്നത്. ദർ ഇസ് എൻ ഇന്റർസെക്ഷൻ ഓർ ജംഗ്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഡിവൈഡ് ചെയ്ത്, ബൈഫർക്കേറ്റ് ചെയ്ത് പോവൂലേ, പല ഡയറക്ഷൻ, 2 or more റോഡ്സ് വന്ന് ക്രോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അങ്ങോട്ടൊരു റോഡ്, ലെഫ്റ്റിലേക്ക് ഒരു റോഡ്, റൈറ്റിലേക്ക് ഒരു റോഡ്, നേരെ ഒരു റോഡ്, അങ്ങനെ പല ഡയറക്ഷനിലേക്ക്. അതാണ് ഇന്റർസെക്ഷൻ ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് ആൻ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ്. ഇപ്പൊ ഒന്നുകൂടെ പറയാം. ഗോ സ്ട്രേറ്റ്, മുന്നോട്ട് പോകൂ. ദെൻ ടേക്ക് എ ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് തിരിയൂ. ഓർ ടേക്ക് എ റൈറ്റ്, റൈറ്റിലേക്ക് തിരിയൂ. ടേൺ റൈറ്റ് അറ്റ് ദ സിഗ്നൽ, തിരിയുക. ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, ഗോ സ്ട്രേറ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ടേക്ക് ദ സൈഡ് റോഡ്, സൈഡ് റോഡ് ഇടവഴി എടുക്കൂ അല്ലെങ്കിൽ ചെറിയ റോഡ് എടുക്കൂ. നെക്സ്റ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിന് തൊട്ടടുത്ത്. നെക്സ്റ്റ് ടു ദ ടെമ്പിൾ, ടെമ്പിളിന് തൊട്ടടുത്ത്. ഓപ്പോസിറ്റ് ടു, അതിന് എതിർവശത്ത്. ഇറ്റ്സ് എ ഡെഡ് എൻഡ്, അവസാനിക്കുന്നു, വഴി അവിടെ അവസാനിക്കുന്നു. ദർ ഇസ് ആൻ ഇന്റർസെക്ഷൻ, എന്താണ്? 2 or more റോഡ്സ്,
ക്രോസ് ഓർ മീറ്റ് അതാണ്. ഇതിനു മുമ്പ് പറഞ്ഞത് ഗോ ദിസ് വേ ഈ വഴി പോകൂ. ഗോ അലോങ് ദ സ്ട്രീറ്റ് തെരുവിൽ കൂടി നടക്കുക. ഫോളോ ദിസ് പാത്ത് ഈ വഴി ഫോളോ ചെയ്യുക. പിന്നെ ഇതാണ് സൈഡ് റോഡ് ഇടവഴി. ഗോ പാസ്റ്റ് അത് കഴിഞ്ഞ്. മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാവുന്ന കുറച്ച് സെന്റൻസസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. See you soon with another useful video. Till then, bye.